അല്ല, ഇതിലെ നിരീക്ഷണം വളരെ കൃത്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ ഇത്ര നേരം സംസാരിച്ചതുപോലെ തന്നെ UDF LDF തമ്മിലുള്ള മത്സരം ആണ് മുഖ്യമായും നടന്നത്. LDF നിന്ന് UDF എത്തിയ സ്ഥാനാർത്ഥിയാണ് വാസ്തവത്തിൽ അൻവർ. അപ്പൊ LDF നിന്ന് സ്വാഭാവികമായും വോട്ട് ചോർച്ച ഉണ്ടാവും. അപ്പൊ LDF ജയിച്ചിരുന്ന ഒരു സ്ഥാനാർത്ഥിയായിരുന്ന അൻവറിന്റെ വോട്ട് അത് LDF സ്ഥാനാർത്ഥി കിട്ടാതെ പോവുകയും അത് കോൺഗ്രസിൽ എത്തുകയും ചെയ്യുമോ അല്ലെങ്കിൽ UDF എത്തുകയും ചെയ്യുമ്പോഴേക്ക് ഈസിയായി ഉണ്ടാവുന്ന ഒരു വിജയമാണ് പ്രതീക്ഷിച്ചതെങ്കിൽ അത് ആ വോട്ട് UDF കിട്ടാതെ പോയപ്പോൾ അത് അൻവർ പിടിക്കുകയും ചെയ്തു. എന്നിട്ടും UDF ജയിച്ചു എന്ന് പറയുന്നത് LDF എന്ന് പറയുന്ന ഒരു സംവിധാനത്തിനോട് അല്ലെങ്കിൽ ഭരണക്രമത്തോട് അല്ലെങ്കിൽ ആ സംസ്ഥാനത്തെ ഭരിക്കുന്ന പാർട്ടിയോട് ഉള്ള ഒരു വിയോജിപ്പുണ്ട്, ജനങ്ങളുടെ വിയോജിപ്പ്. ആ വിയോജിപ്പാണ് പൂർണ്ണമായി കാണാൻ കഴിയുന്നത്. ഇതില് അൻവർ ഒരു വിജയിക്കാൻ മത്സരിച്ച സ്ഥാനാർത്ഥിയല്ല. അൻവറിന്റെ രാഷ്ട്രീയം പറയുവാൻ വേണ്ടി, അൻവറിന്റെ നിലപാട് പറയുവാൻ വേണ്ടിയിട്ട് മത്സരിച്ച ഒരു സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം LDF നിന്ന് രാജിവെച്ച് UDF എത്തി. UDF പ്രവേശനം കിട്ടാത്ത സാഹചര്യത്തിലാണ് അദ്ദേഹം മത്സരിക്കാൻ കഴിയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ മത്സരം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ വോട്ട്, അദ്ദേഹത്തിന്റെ വോട്ട് സമ്പാദ്യം, അദ്ദേഹം സമ്പാദിച്ചു വെച്ചിരുന്ന വോട്ട്, ആ വോട്ടാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. അത് അദ്ദേഹം UDF ആയിരുന്നെങ്കിൽ UDF അനുകൂലമായിട്ട് ഈസി ആയിട്ടൊരു വാക്കോവറായി മാറിയാണ്. അതാണ് വാസ്തവത്തിൽ സംഭവിച്ചിരിക്കുന്നത്. എന്നാൽ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങൾ: LDF ഭരണകക്ഷിയായ LDF വിജയം ഉറപ്പാക്കുമെന്ന് പറയുക മാത്രമല്ല, ഒരു 15,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടുകൂടി ഞങ്ങൾ ജയിക്കുമെന്ന് പറഞ്ഞിരുന്ന LDF ആ വോട്ട് കിട്ടാതായപ്പോൾ അൻവർ ആരായിരുന്നു, അൻവർ LDF എന്ത് കരുത്തായിരുന്നു, ആ കരുത്ത് ചോർന്നപ്പോഴുണ്ടായ LDF ഒരു പോരായ്മ. അതാണ് ശരിക്കും നാം മനസ്സിലാക്കേണ്ടതിരിക്കുന്നത്. ഇത്രയും മിടുക്കനാന്ന് പാർട്ടി തന്നെ അവകാശപ്പെട്ടിരുന്ന M സ്വരാജ് അദ്ദേഹത്തെ തന്നെ കൃത്യമായി അവിടെ മത്സരിപ്പിക്കാൻ വേണ്ടി എത്തിക്കുന്നു. അങ്ങനെ മത്സരിപ്പിച്ച് വലിയ വലിയ കാർഡുകളാക്കി ഉള്ളൊരു പ്രചാരണമാണ് നടത്തുന്നത്. അദ്ദേഹം എല്ലാ തരത്തിലും, അതായത് നിലമ്പൂരിനെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് സംസ്ഥാനത്തിലെ മുഴുവൻ പാർട്ടി നേതാക്കളും സംസ്ഥാനത്തിന്റെ മുഴുവൻ മെഷീനറിയും ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടും LDF നിന്ന് പോയ അൻവർ UDF എത്താതിരുന്നിട്ടും LDF സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് വലിയൊരു ഒരു പോരായ്മയാണ്. ജനങ്ങളുടെ വിധിയെഴുത്ത് അത് വളരെ കൃത്യമാണ്. തുടക്കത്തിൽ തന്നെ പറഞ്ഞതുപോലെ ഇത് വരാൻ പോകുന്ന രാഷ്ട്രീയ മാറ്റത്തിന്റെ സൂചനകളൊക്കെ ആയിട്ട് തന്നെ നമ്മൾ വേണമെങ്കിൽ കാണേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്.